NHAI എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് കിട്ടിയ തിരിച്ചടി വളരെ വലുതാണ്. സുപ്രീം കോടതിയിൽ നിന്ന് കിട്ടിയത്. കാരണം അവർക്ക് മറ്റൊരു സ്ഥലത്തുനിന്നും ഇങ്ങനൊരു തിരിച്ചടി നേരിട്ടുണ്ടാവില്ല. ആ തിരിച്ചടി എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. കാര്യം ഇങ്ങനെ, അതായത് ഇതുപോലെ ഈ അവർ ഇഷ്ടമുള്ളതുപോലൊക്കെ പണി ചെയ്യും. റോഡിൽ എന്ത് അനാവശ്യങ്ങളും കാണിക്കും. അതൊക്കെ ഇവിടുത്തെ പൗരന്മാരെന്ന് പറയുന്നവർ സഹിച്ചോണം. അവർക്കിങ്ങനെയൊക്കെ മതി എന്നുള്ളൊരു കാഴ്ചപ്പാട് ഇവർക്കുണ്ടായിരുന്നു. ഏതായാലും അതങ്ങ് മാറിക്കിട്ടി കേട്ടോ. കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഒരു തീരുമാനമെടുത്തു. അനിയന്ത്രിതമായ ബ്ലോക്ക് രാവിലെ ഉച്ചവരെ ഉള്ള അവിടെ വണ്ടി കിടന്ന് കഷ്ടപ്പെടുകയാണ്. ഇവിടെ ഈ നമ്മുടെ എറണാകുളം തൃശ്ശൂർ റോഡിൽ ഹൈവേയിൽ അവിടെ ഈ പാലം പണി ഒക്കെ നടന്നിട്ട് അതിൻ്റെ സർവീസ് റോഡുകളൊന്നും പണിയത്തില്ല. വളരെ വലിയ കുഴിയാണ് ആ സർവീസ് റോഡിൽ രൂപപ്പെട്ടേക്കുന്നത്. ഒരു വാഹനം പോയിട്ട് അത് മിക്കവാറും കുഴിയിലൊക്കെ വീണ് ലോറിയൊക്കെ അത് കേടാവും. എന്നിട്ട് അവിടെ കിടക്കും. ഒരു നിവൃത്തിയുമില്ല ആൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ. ആ മാർഗത്തിൽ അത്രത്തോളം വലിയ ബ്ലോക്കാണ് രൂപപ്പെടുന്നത്. ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ 5-6 കിലോമീറ്റർ ദൂരമാണ് ഈ ബ്ലോക്ക്. അപ്പോൾ അത് ആ ബ്ലോക്ക് രൂപപ്പെട്ടതിന് ശേഷം എന്താ സംഭവിക്കുന്നത്? ഇത് ഒരാൾ ഒരു യാത്രക്കാരൻ ഒരു കാറിനകത്ത് ആരെങ്കിലും വരുന്നെന്നിരിക്കട്ടെ, അല്ലെ ഏത് വണ്ടിയിലോ വന്നിരിക്കട്ടെ, അവർ ഈ റോഡിൽ കിടന്നിട്ട് അവർക്ക് 5 മണിക്കൂർ 6 മണിക്കൂറാണ് ഏറ്റവും കുറഞ്ഞത് ഈ റോഡിൽ പോകുന്നത് നഷ്ടം. ഒരുപാട് പേർക്കുള്ള ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഈ നെടുമ്പാശ്ശേരിയിലൊക്കെ പോകേണ്ട ആളുകളുണ്ട്. ഇവിടുന്ന് എറണാകുളത്താണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, കാരണം അവിടെ വരെ പോകുമ്പോൾ വലിയ പ്രശ്നമില്ല. പക്ഷേ ചാലക്കുടി ഭാഗം കഴിഞ്ഞിട്ട് അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് വരേണ്ട ആളുകളുണ്ട്. ഈ നെടുമ്പാശ്ശേരിയിലൊക്കെ പോകാൻ വരേണ്ടവർ വളരെ കഷ്ടപ്പെടും. ഒരു മാർഗ്ഗമില്ല, അവർക്ക് സമയത്തൊന്നും വരാൻ ഒക്കത്തില്ല. ഫ്ലൈറ്റൊന്നൊക്കെ മിസ്സാവും. ഒരുപാട് പേർക്ക് ഫ്ലൈറ്റ് മിസ്സാവും. അത് ഞാൻ നേരിട്ട് കണ്ടതാണ്. അപ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. ഈ രീതിയിലുള്ള ഒരു ഇടപാടായിരുന്നു NHAI ചെയ്തു വെച്ചത്. ഏതായാലും അത് മാത്രമല്ല, ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് അതിനകത്ത് ശക്തമായൊരു നിലപാടെടുത്തു. നിങ്ങളിത് പണിഞ്ഞു കൊടുക്കത്തില്ല, ഈ ബ്ലോക്ക് മാറുന്നില്ല, നിങ്ങൾ ആൾട്ടർനേറ്റ് അറേഞ്ച്മെൻറ്റ് ഉണ്ടാക്കാത്തിടത്തോളം കാലം നിങ്ങൾക്ക് ടോൾ പിരിക്കാനുള്ള അവകാശമില്ല എന്ന് പറഞ്ഞു. കാരണം ഇവിടുന്ന് എറണാകുളത്ത് നിന്ന് തൃശ്ശൂരേക്ക് 1.5 മണിക്കൂർ കൊണ്ട് ചെല്ലേണ്ടത്, മര്യാദയ്ക്ക് ഓടിയാൽ 1.5 മണിക്കൂർ കൊണ്ട് ചെല്ലേണ്ട കാർ യാത്ര ഇപ്പോൾ ചെല്ലുന്ന എത്ര മണിക്കാണ്? 4.5 മണിക്കൂറാണ് എടുക്കുന്നത്. അതിൻ്റെ കാരണം ഇതുമാണ്. എന്നിട്ട് അവിടെ ടോളിലോ അവിടെ പോയി വാഹനം കിടന്ന് വളരെ കഷ്ടപ്പെട്ട് ടോള് ഒക്കെ കൊടുത്ത് പോകണം. അവിടെ ആവശ്യത്തിന് ജീവനക്കാരില്ല. അങ്ങനെ വരുന്ന ഉടനെ ഓരോരുത്തന്മാർ അവിടുന്ന് ഓടി വന്ന് ഇങ്ങോട്ട് കാണിക്കുക, ഇവിടുന്ന് കാണിക്കുക. എന്തായാലും ശരി, ഒരു 5 മിനിറ്റ് ഈ ടോളിൽ കിടക്കാതെയും പോകാൻ പറ്റത്തില്ല. അത് മാത്രമോ, ഈ ടോൾ പിരിവെന്ന് പറയുന്നത് എന്താ? യഥാർത്ഥി ഗുണ്ടകളാണ് അവിടെയൊക്കെ നിർത്തിയേക്കുന്നത്. ജനങ്ങളിലൊക്കെ അവർ ഡീൽ ചെയ്യുന്ന ആ ഇടപാട് കാണുന്നവരുടെ ആ രീതിയിലാണ് അവർ ആളുകളെ കൈകാര്യം ചെയ്യുന്നത്. യാത്രക്കാരെ ഇതിലെ കാശും കൊടുത്ത് പോണ്ടവനാണ്. 15 വർഷത്തെ റോഡ് ടാക്സ് അടച്ചിട്ടാണ് ഈ വണ്ടി ഇങ്ങോട്ട് ഇറക്കുന്നത്. അതിനുശേഷം ഇവൻ്റെയൊക്കെ ദയാദാക്ഷിണ്യത്തിന് അവിടെ കിടന്ന് കൊടുക്കണം. അവന് തോന്നുമ്പോൾ അവിടും ചിലപ്പോൾ നോക്കും. വളരെ ബുദ്ധിമുട്ടാണ് എല്ലാ ആളുകൾക്കും. ആ രീതിയിലാണ് ഇത് ഇത്രയും വൃത്തികേട് കേരളത്തിലേ ഉള്ളൂ കേട്ടോ ഈ കാര്യത്തിനെ സംബന്ധിച്ച്. കാരണം ഇവിടെ നിന്ന് നോക്കാനും ചോദിക്കാനും പറയാനൊന്നും ആരും ഇല്ല. അതാണ് കാരണം. അപ്പോൾ ഹൈക്കോടതി പറഞ്ഞു, ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു, ഇത് വേണ്ട, ടോൾ പിരിക്കണ്ട, 4 ആഴ്ചത്തേക്കാണ് ടോൾ പിരിവങ്ങ് നിർത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താ ചെയ്തതെന്നറിയോ? ഇവന്മാർ ടോള് നിർത്തിയെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ചെയ്ത പണി, ഈ ബാക്കി ആ റോഡിൻ്റെ ഒരു മെയിൻ്റനൻസ് നോക്കില്ല, പണി നോക്കുന്നില്ല. പിന്നെ ആ പണിയൊക്കെ അവിടെ കിട്ടും. ആരെങ്കിലും ഒരു തൂമ്പായും എടുത്ത് 2 ജോലിക്കാർ ഇതിനകത്ത് നിന്ന് കഴിഞ്ഞാൽ എത്ര വർഷം പണിയണം? ഞാൻ ഓർക്കുന്നത് ഏതാണ്ട് ഒരു 5-6 വർഷം മുമ്പാണ്. ചാലക്കുടിയിൽ അവിടെ ആ ചാലക്കുടി ജംഗ്ഷൻ്റെ അവിടെ വെച്ച് ഒരു മീറ്റിംഗ് നടന്നു. ഒരു പ്രതിഷേധ യോഗമാണ്. കാരണം ഇതിന് തൊട്ടപ്പുറത്ത് ഈ പണി നടക്കുന്നില്ല. അത് തുടങ്ങിയിട്ട് ഒരു 3-4 വർഷമായതിനു മുമ്പ്. എന്നിട്ട് അത് അവിടെ ഇട്ടേക്കുകയാണ്. അതിന് മതിയായ ജോലിക്കാരൊന്നുമില്ല, ആ യന്ത്രസാമഗ്രികളൊന്നുമില്ല, ആ രീതിയിലുള്ള പണി അവിടെ ഇട്ടേക്കുന്നു.
അതിട്ട് ഇങ്ങനെ എഴുതിയാണ്. ആ പണി എത്രയും പെട്ടെന്ന് നടത്തണം എന്നുള്ളതിന് ഒരു പ്രതിഷേധ യോഗം നടത്തി അത് ഉദ്ഘാടനം ചെയ്ത ഞാനാണ്. ഒരു സർവകക്ഷി സമ്മേളനമാണ്, ഇത് പ്രതിഷേധമാണ് നടന്നത്. അവിടുത്തെ മുനിസിപ്പാലിറ്റിയിലും എല്ലാവരും, എല്ലാ മുനിസിപ്പൽ ഈ അതിലെ കൗൺസിലിലെ അംഗങ്ങളെല്ലാം, കൗൺസിലേഴ്സ് മുഴുവൻ ഉണ്ടായിരുന്നു, ചെയർമാൻ ഉൾപ്പെടെ. അപ്പോൾ അത് വലിയൊരു പ്രതിഷേധ യോഗമായിട്ട് നടന്നതാണ്. എന്നിട്ട് അത് 6 വർഷം മുമ്പ്. എന്നിട്ട് ഇപ്പോഴെന്താ ഉള്ളത്? ആ സ്ഥിതിയിൽ നിന്ന് ഒട്ടും തന്നെ മുമ്പോട്ട് പോയിട്ടില്ല, മെച്ചപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇതിങ്ങനെ സഹിച്ചോണം. നമ്മൾ ഈ ടാക്സും കൊടുത്തിട്ട് ഇതിലിങ്ങനെ പോകണം, ഏവനും തോന്നുമ്പോൾ പണിയും, ഇല്ലെങ്കിൽ പോകണ്ട എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ്. ഇനി തൃശ്ശൂരിൽ നിന്ന് തിരിച്ച് നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോഴാണെന്നുണ്ടെങ്കിൽ അകത്തൂടെ കയറി വരുന്ന ഒരു പാതയുണ്ടായിരുന്നു, അങ്കമാലിക്ക് അടുത്ത് വന്ന് കയറും. അത് കുറച്ച് കൂടുതൽ ഓടണമെന്നുള്ളതേ ഉള്ളൂ. ഇടുങ്ങിയ റോഡാണ്, വലിയ വീതിയില്ല, കഷ്ടിച്ച് 2 വാഹനം പോകാൻ വലിയ ബുദ്ധിമുട്ടാണ് പല സ്ഥലങ്ങളിലും. എന്നാലും ആദ്യമൊക്കെ ഞാൻ അതിലേ വന്നിട്ടുണ്ട്, ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ട് അതിലേ വന്ന്. പക്ഷേ ഇന്നാളൊരു ദിവസം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അനുഭവിച്ചു പോയി. കാര്യം അതിലേ വരാൻ ഞാൻ ഒരു 2 മണിക്കൂർ എടുക്കേണ്ടതായിട്ട് വന്നു. മുഴുവൻ കുഴിയാണ്. ഈ കുഴിക്കകത്ത് ഇറങ്ങി കയറി വേണം വരാൻ, മുഴുവൻ കുഴി. ഇവർക്കിത് നന്നാക്കാൻ പറ്റാത്തതാണോ? ഈ ആൾട്ടർനേറ്റ് അറേഞ്ച്മെൻറ്റ് ഇവർക്ക് ഉണ്ടാക്കാൻ പറ്റാത്തതല്ലല്ലോ. അത് ചെയ്യേണ്ട ബാധ്യത ഇവർക്കില്ലേ ഇത് പണിയുമ്പോൾ? കാരണം പിന്നെ ജനങ്ങൾ എന്തു ചെയ്യും? അപ്പോൾ ഏതായാലും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് അത്ര നല്ലൊരു വിധി വന്നു, വേറെ നിവർത്തിയില്ല. വളരെ പെട്ടെന്ന് നേരെ അങ്ങ് സുപ്രീം കോടതി കൊടുത്തു. നമ്മുടെ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയാണ് അത് ഗവൺമെൻറ്റിന് വേണ്ടി, NHAIക്ക് വേണ്ടി ആർഗ്യൂ ചെയ്യാനായിട്ട് പോയത്. അവിടെ ചെന്നപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ, അതായത് ജസ്റ്റിസ് BR ഗവാഹിയുടെയും അതുപോലെ ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ്റെയും ബെഞ്ചാണ്. അവർ ശരിയായ രീതിയിൽ ഉള്ള ചോദ്യങ്ങൾ ചോദിച്ചു. ഇതെന്താ ഇങ്ങനെ? അന്നേരം പറഞ്ഞു, ഒരു ലോറി അവിടെ ബ്രേക്ക് ഡൗൺ ആയി, അങ്ങനെ വന്നതാണെന്ന്. അപ്പോൾ പറഞ്ഞു, ലോറി അത് കുഴി വീണിട്ട് പറ്റിയതല്ലേ എന്ന് ചോദിച്ചു. ആ ഒരു ലോറിയുടെ ബ്രേക്ക് ഡൗൺ മൂലമാണോ ഇത്രയും ബന്ധപ്പാടുണ്ടായത്? അത് മുഴുവൻ കള്ളമാണ്. കാരണം അത് അദ്ദേഹത്തിനെ തെറ്റിദ്ധരിപ്പിച്ചേക്കുന്നതാണ് തുഷാർ മേത്ത. അല്ലെങ്കിൽ ഇങ്ങനൊന്നും ഇതില്ല, ഈ പറയുന്നതെല്ലാം മുഴുവൻ കള്ളമാണ്, ശരിയല്ല. പക്ഷേ നിശ്ചിതമായിട്ടുള്ള ഒരു ചോദ്യം ചെയ്യൽ സുപ്രീം കോടതി നടത്തി. എന്നിട്ട് സുപ്രീം കോടതി പറഞ്ഞ വളരെ അതിപ്രസക്തമായ കാര്യങ്ങളുണ്ട്. ഈ സഞ്ചാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞൊരു പൗരൻ്റെ അവകാശമാണ്, മൗലികാവകാശമാണ്. അത് ഈ കുണ്ടും കുഴിയും ഇല്ലാത്ത റോഡിലൂടെ സഞ്ചരിക്കാനുള്ള അവകാശമുണ്ട് മനുഷ്യർക്ക്. ഈ കുണ്ടും കുഴിയുമുള്ള റോഡിലൂടെ സഞ്ചരിക്കുന്നതിന് ടോൾ കൊടുക്കേണ്ട കാര്യം എന്താണ്? ശരിയാ, അങ്ങനെ ഉണ്ടെങ്കിൽ ടോൾ കൊടുക്കേണ്ട കാര്യമില്ല. കാരണം ഒരു സ്പീഡായിട്ട് ഒരാൾക്ക് ഒരു നന്നായിട്ട് പോകത്തക്കോണമുള്ള പാത ഒരുക്കിയിട്ടാണല്ലോ ഈ ടോൾ പിരിക്കേണ്ടത്. അപ്പോൾ എന്നിട്ട് ചോദിച്ചു, അതുപോലെ തന്നെ ഈ 150 രൂപയുടെ ടോളിൻ്റെ കാര്യം എന്തോന്ന് ചോദിച്ചു. 150 രൂപ എന്തിനും ടോളായിട്ട് കളക്ട് ചെയ്യണം? എന്നിട്ട് നിങ്ങൾ ഈ കുണ്ടും കുഴിയുള്ള റോഡിലൂടെ ഈ സഞ്ചരിക്കുന്ന ഈ ജനങ്ങൾക്ക്, അതിലെയുള്ള യാത്രക്കാർ, നിങ്ങൾ പണം ഇങ്ങോട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. അവർക്ക് തിരിച്ചു കൊടുക്കണം. അല്ലാതെ ഇവർ ഈ NHAIക്കല്ല കൊടുക്കണ്ടേ, അവർ ഇങ്ങോട്ട് പണം കൊടുക്കണം എന്ന് പറഞ്ഞു. ഇന്ന് സുപ്രീം കോടതി പറയാനിടയായി. അപ്പോൾ ഏതായാലും അതൊരു വലിയൊരു നാഴികക്കല്ലാണ് നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ആ വിധി, ആ ഉത്തരവ്. എന്നിട്ട് അതിൻ്റെ ഉത്തരവ് റിസർവ് ചെയ്തിട്ട് ഓർഡർ വന്നു കഴിയുമ്പോൾ പറഞ്ഞു, ടോള് ഹൈക്കോടതിയുടെ ആ ഉത്തരവിനകത്ത് ഇടപെടാനുള്ള ഒരു കാരണവുമില്ല, അത് ഇടപെടുന്നില്ല. അതാ ഇനി ഈ കാര്യങ്ങളിലെങ്ങാണ് എന്തെങ്കിലും ഇനി വ്യത്യാസം ഉണ്ടായാൽ കക്ഷികൾക്ക് ഹൈക്കോടതി സമീപിക്കാമെന്ന് പറഞ്ഞു. അതായത് ഞങ്ങൾ റോഡെല്ലാം നന്നാക്കി, എല്ലാം ശരിയാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നേരെ NHAIക്ക് ഹൈക്കോടതി പോയിട്ട് ഈ വിധി മാറ്റിത്തരണം, ഞങ്ങൾക്ക് ടോൾ പിരിക്കണം, ഗുണ്ടാപ്പിരിവ് നടത്തിയാലേ പറ്റുള്ളൂ എന്ന് പറയാനും ഉള്ള ഒരു അവസരം കൊടുത്തിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. മാത്രമല്ല ഇതിനകത്ത് ആലോചിക്കേണ്ടത് എന്താണെന്നറിയോ? ഏതാണ്ട് 3000 കോടി രൂപയുടെ ഇടപാട് കേട്ടോ, ആ കരാർ കമ്പനിക്ക് ജോലിയുള്ളത്. അതിന് 1773 കോടി രൂപയിൽ കൂടുതൽ പിരിച്ചു കഴിഞ്ഞു ഈ ടോള്. ഞാൻ ചോദിക്കുന്നത്, ഈ റോഡിൻ്റെ നിർമ്മാണവും അതിൻ്റെ നിർമ്മാണ ചെലവും അതുപോലുള്ള അതിൻ്റെ മെയിൻ്റനൻസ് ചെലവും ഈ പറയുന്ന കൂടെ കൂട്ടിയിട്ട് ഈ പറയുന്ന പിരിക്കുന്ന ടോളുമായിട്ട് യാതൊരു ബന്ധവുമില്ല, പുലബന്ധം പോലും ഇല്ല. കാരണം അതെല്ലാം ഇഷ്ടം പോലെ കിട്ടിക്കഴിഞ്ഞു. ഇനി അതിൻ്റെ മെയിൻ്റനൻസിനുള്ള പണമല്ലാതെ പുതിയ നിർമ്മാണ ചെലവൊന്നും കൊടുക്കേണ്ട കാര്യം പോലും ഇല്ല. അല്ലെങ്കിൽ ഈ പാലമൊക്കെ പണിഞ്ഞു കഴിഞ്ഞതിന് ശേഷം അതിൻ്റെയും കൂടെ ചിലവാക്കിയിട്ട് ഈ ടോൾ പിരിക്കട്ടെ. ഈ 150 രൂപ എന്ന് പറയുന്നുണ്ടല്ലോ, അടിയന്തരമായിട്ട് അത് കുറയ്ക്കണം. ഒരു 50 രൂപ
ആക്കി മാറ്റണം, അതിൻ്റെ താഴേക്ക് മാറ്റണം. ഇതുപോലെ ഈ ഗുണ്ടകളെ നിർത്തി യാത്രക്കാരെ ഭീഷണിപ്പെടുത്തി ഈ പണം അവരുടെ ഇന്ന് ഈ പിടിച്ചു വാങ്ങുന്നുണ്ടല്ലോ, കൊള്ളയാണ് നടക്കുന്നത്. ദിസ് ഇസ് ഡക്കോയിറ്റി എന്ന് പറയും നമുക്ക്, അല്ലെ റോബറി, അതാണ് വരുന്നത് ഇവിടെ. റോബറി ഡക്കോയിറ്റി ഒക്കെയാണ് നടക്കുന്നത് അവിടെ. അപ്പോൾ അത് ഒന്ന് മാറ്റണം. മാറ്റി ജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം കൊടുക്കണം. സഞ്ചരിക്കാനുള്ള അവകാശം ഉണ്ട്, ജനങ്ങൾക്കുള്ളതാണ്. ഈ ബാക്കി വഴികൾ, അതായത് ഈ ആൾട്ടർനേറ്റ് റൂട്ടുകൾ, ഈ 2 സൈഡിലുള്ള വഴികളുണ്ടല്ലോ, അത് തന്നെ ഒന്ന് വൃത്തിയാക്കി നന്നാക്കി അതിലെ കുഴിയൊക്കെ അടച്ച് ശരിയാക്കി അത് ടാർ ചെയ്ത് കൊടുക്കണം നന്നായിട്ട്. മറ്റേ പണി അവിടെ നടന്നോട്ടെ, കുഴപ്പമില്ല. ഇത് അങ്ങനെ എങ്കിലും ഒരു ഭാഗത്തൂടെ ചെറിയ വാഹനങ്ങളാണെങ്കിൽ 2 വരി പോകും, വലിയ വാഹനങ്ങളാണെങ്കിൽ 1. ഇത് ആ പോകത്തക്കോണമുള്ള ഒരു മാർഗം അപ്പുറം ഇപ്പുറം ചെയ്തു കൊടുത്താൽ ജനങ്ങൾക്ക് ഈ ദുരിതത്തിൽ നിന്നൊന്ന് രക്ഷപ്പെടാം. ഇന്ന് പോലും അതിയായ ബ്ലോക്കായിരുന്നു ഉണ്ടായിരുന്നത് രാവിലെ അവിടെ. ഇന്നും ഇത് ഇനി എത്ര നാൾ തുടരണം എന്നറിഞ്ഞൂടാ. ഇപ്പോൾ തൃശ്ശൂരൊക്കെ പോകേണ്ട 1-2 പ്രോഗ്രാം വന്നിട്ട് ഞാൻ അങ്ങോട്ട് പോയില്ല. കാരണം ഞാൻ പറഞ്ഞു എനിക്ക് റോഡിൽ കിടക്കാൻ വയ്യ, അതുകൊണ്ട് ഞാൻ വരുന്നില്ല, ക്ഷമിക്കുക എന്ന് പറഞ്ഞ് വിട്ടിട്ടുണ്ട്. ഇപ്പോൾ പാലക്കാടൊന്ന് പോകണം, എന്ത് ചെയ്യാൻ പറ്റും? എതിലേ പോകുന്നത്? നമുക്ക് ഈ റോഡിൽ കൂടെ യാത്ര ചെയ്യാൻ പറ്റുമോ? ഈ രീതിയിലാണ് ഈ NHAI, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ, പെരുമാറുന്നത് ജനങ്ങളോട്. ഇതാകരുത് കാഴ്ചപ്പാട്. നിങ്ങൾ ജനങ്ങളെ സേവിക്കേണ്ടവരാണ് ഈ അതോറിറ്റി. അവർക്ക് ഈ അതോറിറ്റി അതാണ്. അല്ലാതെ നിങ്ങൾക്ക് പണപ്പിരിവ് മാത്രമല്ല നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങൾക്ക് അങ്ങ് ടോള് പിരിച്ചോളം വയ്യല്ലോ. റോഡ് പണി അങ്ങ് തീരുന്നതിന് മുമ്പ് ടോള് ടോള് പിരിച്ചു തുടങ്ങാം എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഏതായാലും സുപ്രീം കോടതിയുടെ വിധി എന്ന് പറയുന്നത് വളരെ വലിയ ആശ്വാസമായി. അത് ജനങ്ങളുടെ പക്ഷത്തേക്കുള്ള ഒരു വിധി തന്നെയാണ്, ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു വിധി തന്നെയാണ്. ആ 2 ജഡ്ജിമാരും യഥാർത്ഥത്തിൽ അവർ വളരെയധികം ഇതിനകത്ത് അവരോട് എല്ലാവർക്കും കടപ്പാടുള്ളതാണ്. ആ രീതിയിലായി എല്ലാ പൗരന്മാർക്കും. ആ രീതിയിലാകണം നമുക്ക്. ഇങ്ങനെ വേണം കോടതികൾ, ഇങ്ങനെ വേണം ഇടപെടാൻ. ഇതുപോലെ പൊതുജനങ്ങളുടെ താല്പര്യമുള്ള വിഷയങ്ങളിൽ ഈ രീതിയിൽ വേണം കോടതി ഇടപെടാൻ. ഏതായാലും ഈ വിധി അത്തരമുള്ള അതിലേക്കുള്ള ഒരു നാഴികക്കല്ലായി മാറി എന്നുള്ളതിന് ഒരു സംശയമില്ല. ഇങ്ങനെയുള്ള വിധികളാണ് ജനങ്ങൾക്ക് ആവശ്യം. ഇതാണ് ജനങ്ങളുടെ പ്രതീക്ഷ. ജനങ്ങളുടെ അവസാന തത്താണി എന്ന് പറയുന്നത് കോടതിയാണെന്ന് പറയുന്നല്ലോ, അത് തന്നെയാണ് ഇവിടെ നടന്നേക്കുന്നത്. ഈ റോഡിൽ കിടക്കുന്ന എല്ലാവരും അവസാന തത്താണിയായിട്ട് ആ കോടതിയെ നോക്കിയിരുന്നു. ഏതായാലും അവിടുന്ന് അതുപോലെ അനുകൂലമായ ഒരു വിധി കോടതിയിൽ നിന്ന് കിട്ടി. അത് വളരെ വലിയ കാര്യമാണ്.